ഞാൻ പ്രോപ്പർ ചെയ്യാല്ല നിങ്ങൾ ഇതാക്കല്ലേ ഇനി നിങ്ങൾ എന്നെ ഇതാക്കല്ലേ കേട്ടോ അതിന് എന്നെ ഇതാക്കാൻ പറ്റില്ല. സി എ കാരൻ എനിക്കെതിരെ ലീഗൽ നോട്ടീസ് കൊടുത്തതാ. ഇതാ ഇത് കാണിക്കാൻ പറ്റുമോ വക്കീലിന്റെ അഭിമുഖത്തിലേക്കൊണ്ട് ഇത് കാണിക്കാൻ തോന്നും. ഇങ്ങോട്ട് വാ. അപ്പൊ ഇത് ഞാൻ പറിച്ചു കളഞ്ഞോ. ഇത് ഞാൻ പറിച്ചു കളഞ്ഞു. അല്ലാ എടാ ഞാൻ ഈ സാധനം പറിക്കുമ്പോ ഇതും കൂടി പറഞ്ഞു വന്നടാ. അല്ലാ ഇതാ ഇത് വീട്ടിലേക്ക് വന്ന നോട്ടീസ്. എന്താ ഈ സംഭവം? എനിക്ക് ഇതിന്റെ പേരിൽ അവർ കേസ് കൊടുക്കോ? കേസാ? എന്താ? അല്ല ഞാൻ സി ആന്ന്, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാൻ സി ആയിക്കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് പ്രശ്നമാവോ? പ്രശ്നമാവും. ഇത് നോട്ടീസ് പെനാൽറ്റി എനിക്കെതിരെ കേസ്. ഇത് കേസൊന്നല്ലല്ലോ. ഞാൻ എന്താ ചീറ്റിങ് ഇതിന്? ഞാൻ സി ആന്ന്. ഇത് അയച്ചത് ആരാണെങ്കിലും ഞാൻ സി ആന്ന്. ആ ഫേക്ക് ആയിരിക്കും. ഇത് ഫേക്ക് ആയിരിക്കും. ഇത് ഒരിക്കലും റിയൽ ആയിരിക്കൂല. ഇത് ഫേക്ക് അയച്ചായിരിക്കും. ഇത് എന്ത് ഇവർ നമ്മളെ സ്ട്രീം കണ്ടിട്ട് എന്ത് നമുക്ക് സി എക്കാർ നോട്ടീസ് അയക്കാനോ എന്ത് അങ്ങനെയൊന്നുമില്ല. അല്ല ഒന്നാമത് ഞാൻ സി ആന്ന് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ പിന്നെ അതില് ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിൽ കാണിക്കാൻ പറ്റോ? ഇത് കാണിക്കണ്ട. പക്ഷെ ഇത്രയും കണ്ടന്റ് കാണിച്ചു. ഇതിപ്പോ ഞാൻ ജയിലിലോ? ജയിലിലൊന്നും ആവില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്രയും നമ്പർ ഒന്നും കാണിക്കാൻ പറ്റില്ല. അതല്ല ഇന്നോട്ടെ ഇത്രയും കാണിച്ചു. കുഴപ്പമില്ല. എടാ ഇത് ഫേക്ക് സാധനമായിരിക്കൂടാ. ഇത് ആരെങ്കിലും വീട്ടിലേക്ക് എന്നെ അപ്പൊ ഇതിലെന്താ ഇതെന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതിനുള്ള റിപ്ലൈ കാണിച്ചു കൊടുക്കാം. അല്ല ഞാൻ ചെയ്യാന്നല്ലോ. അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താ പോരെ? ഇതൊന്നും വലിയ ഇഷ്യൂ ഒന്നല്ലടാ. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറയാം. എടാ അനീഷ് ഇത് ആദ്യം എഴുതിയതാ. അല്ല ഇതെന്റെ വീട്ടിലേക്ക് സത്യമായിട്ട് വന്നാ. ഇതെന്ത് സ്ക്രിപ്റ്റ്? ഞാൻ ഇത് ലൈവ് കാണിക്കുന്നു. ഇത് എന്റെ വീട്ടിലേക്ക് വന്നാ. എന്റെ ഉമ്മ സത്യം ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് എന്റെ ഉമ്മ സത്യം ഞാൻ ഈ സാധനം ഉണ്ടാക്കിയതല്ല. ഇതെന്റെ വീട്ടിലേക്ക് വന്ന സാധനം. വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു. വീട്ടിൽ നിന്ന് അയച്ച സാധനം ഇത് അനീഷ് ഇത് 3-4 ആഴ്ച ഇത് വന്നിട്ട് 1 മാസത്തിന്റെ മുകളിലെങ്ങാനുമായി. ഇത് മുമ്പേ എഴുതിയതാ. ഇവൻ അനീഷ് അവിടെ കിട്ടിയ പേപ്പറിൽ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കിട്ടിയ പേപ്പറിൽ ഇവൻ എടുത്ത് എഴുതിയത്. അതിന്റെ ബാക്കിൽ ഈ സാധനം അന്നേരം ഉണ്ടാവും. നിങ്ങൾക്ക് ആ ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇതിൽ വന്നത്. അതിപ്പോ ഞാൻ തുറന്ന് കാണിച്ചതേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് നിനക്ക് ഉണ്ടോ? ശരിക്കും സർട്ടിഫിക്കറ്റ് ഇവര് അയച്ചേക്കുന്നതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് സി എ സർട്ടിഫിക്കറ്റ് നിനക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ക്ലാരിഫിക്കേഷൻ അത് ഉണ്ടോ നിനക്ക് സി എ സർട്ടിഫിക്കറ്റ്. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്ലൈ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുള്ള റിപ്ലൈ കൊടുത്താൽ മതി. ഇത് ഫേക്കാ. ഇതൊന്നും സംഭവം ഇത് ഫേക്കാ. അല്ല സീന ഫേക്ക് അല്ല. ഇത് ഫേക്ക് ആയിരിക്കും. ഇതെന്റെ വീട്ടിലേക്ക് വന്നതാ. പേര് മുഹമ്മദ് ഷമീർ അല്ലേ? പക്ഷെ ഇതിന്റെ ഹെഡ്ലൈൻ ഇത് ഫേക്ക് സാധനം. ലെറ്റർ ഫേക്ക് അല്ല. കൊടുത്തേക്കുന്ന പേര് തെറ്റാണെന്നുള്ളൂ. ഇസൻ ഷമീർ നിന്റെ പേരല്ലല്ലോ. അപ്പൊ ഏതോ പിള്ളേർ ഇതാക്കിയതാ. ഒറിജിനൽ എങ്ങനെ MR ഷമീർ പേര്? മറ്റേ പേരല്ല. എടി ഇത് അന്നേ വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല? 1.5 മാസം ഇവിടെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു നോട്ടീസ് വന്നിട്ട് നീ പറഞ്ഞ ലൈവിലാണ്ട് പൊളിച്ചോന്ന്. ഞാനിപ്പോഴും കാണുന്നു. ഇപ്പൊ പൊളിച്ചിട്ട് കാണുന്നിപ്പല്ലേ? ഇതാ ഒറിജിനൽ വക്കീലൊന്ന് കാണിക്കുമ്പോ ഞാൻ അറിയുന്നത്. നീ കാര്യങ്ങള് ശരിക്കും പറഞ്ഞു. കാരണം ഇത് മറ്റേത് വരും. ഞാൻ ഇപ്പൊ പറയണം. പിന്നെ എന്തായിരുന്നു ചീറ്റിംഗ് ബൈ ഇംപേഴ്സണേഷൻ, ഫോർജറി, ഇങ്ങനെയുള്ള ഇത് തമാശ കേട്ടത്. സീരിയസ്ലി ഇത് ഇങ്ങനെ കുറക്കുക. ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. ഇത് ഡൽഹിയിൽ നിന്ന് വന്നേക്കുന്ന തമാശയും കളിയല്ല, സീരിയസ് ഏതാ. സീലും മറ്റേ സാധനങ്ങളും ഉണ്ട്. ഉണ്ടോ? ICI ഭവനൊക്കെ വേണ്ട. ഇതുണ്ടോ? SP കൃഷ്ണവാൻ, ചീഫ് ലീഗൽ അഡ്വൈസർ. ആരോ അവർക്കൊന്ന് അവരെ ആ കൂട്ടായ്മ നിനക്ക് നീ ഇങ്ങനെ ഫോർജറിയും ഇംപെർസണേഷനും ചെയ്യുന്നുള്ള ലെവലില് കൊടുത്തതായിരിക്കും. ഫോർജറി അതിനെന്താ ഇതില് എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചാ പോലെ. മറ്റേ ഡിപ്ലോമ കോഴ്സ് ആയിട്ടല്ലേ CA എന്ന് പറഞ്ഞ പ്രോപ്പർ CA കോഴ്സ് അല്ലല്ലോ. പ്രോപ്പർ CA കോഴ്സ് ആണോ അതോ ലോക്കൽ CA കോഴ്സ് ആണോ? കാര്യങ്ങൾ പോലെ എന്റെ പ്രോപ്പർ ഇതാണ്. പ്രോപ്പർ ആണെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ഇതിന്റെ പേര് വരേണ്ടതാണ്. ഇവർ എന്റെ പേര് അടിച്ചു നോക്കിയോ? ഇവർക്ക് എന്റെ ഫുൾ നെയിം പറയാം. എന്റെ കോഡ് അടിച്ചാലല്ലേ വരും. എന്റെ CA കോഡ് അടിക്കണ്ടേ? നീ തമാശയും കളിയാക്കരുത്. എനക്കറിയാം ഇതുണ്ടോ ഇല്ലയോ. എന്ത്
ഇവർക്ക് സീനാ ഇത്. നീ എന്തായാലും നീ ഇന്നോ നാളെ വന്നിട്ട് പബ്ലിക്കിൽ വന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പ്രോപ്പർ ചെയ്യാല്ല, ഞാൻ ചെയ്യാൻ്റെ ഡിപ്ലോമ കോഴ്സിന് പോയിട്ട് അതും പാസ്സാവാണ്ട് വീട്ടിൽ ചൊറിയ കുത്തിയിരുന്നു. എടാ അതൊന്നല്ല, ഡൽഹി കൊണ്ടുവരും. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്ര മോശം പണി അക്കൗണ്ടന്റ് അല്ല ഞാൻ സി എ ആണ്. അത്ര മോശം പണിയല്ല, അതങ്ങ് പറഞ്ഞാൽ മതി. നീ സാധാ അക്കൗണ്ടന്റ് സി എ അല്ല, അതൊന്ന് പറഞ്ഞു. ഞാൻ സി എ തന്നെ, ഞാൻ തെളിവെടുത്ത് വന്നാ പോരെ. ഞാൻ സി എ സർട്ടിഫിക്കറ്റ് കാണിച്ച പ്രശ്നം തീരൂലേ? തമാശകളെ കേസല്ല എന്റെ, ഞാൻ നോക്കണ്ട, എനിക്ക് നോക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചോളൂ. എന്റെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്ത് കാണിച്ചോളൂ. പോയട്ടെ. ഉമ്മ സത്യം, ഉമ്മ സത്യം, ഉമ്മ സത്യം, ഉമ്മ സത്യം. സംസാരിക്കാം. സീന ഡൽഹിയിലേക്ക് ആ എന്നാ ഡൽഹി വരേണ്ടിയിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ സത്യം വെളിപ്പെടുത്തേണ്ട വരില്ല. എടാ ഞാൻ എന്നാ കാര്യം പറയാ, ഞാൻ സി എ അല്ല, ഞാൻ പ്രോപ്പർ സി എ അല്ല. എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇതില്ല, എന്താ പറയാ, റിയൽ സി എ അല്ല. ഞാൻ 5 കൊല്ലം പഠിച്ച് സി എ ആയതല്ല, ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ്. അപ്പൊ അത് പഠിച്ച് അങ്ങനെ ഇതായതാണ്. പക്ഷെ ഈ സി എ എന്ന് പറയാൻ നല്ല രസമുള്ളതുകൊണ്ടും ഇത് വലിയ സംഭവം ആയിക്കൊണ്ടും ഞാൻ ചോദിക്കുന്ന ആളടുത്തും കാണുന്ന ആളടുത്തും ഇല്ല ഞാൻ സി എ എന്ന് പറയും. ഇതാണ് സത്യം പറഞ്ഞുള്ള കാര്യം. ഞാൻ ശരിക്കും ഒരു സി എ അല്ല. പക്ഷെ ഞാൻ പഠിച്ചിരുന്നു, അക്കൗണ്ടിങ് ആയിരുന്നു, എനിക്ക് ഒരു ശമ്പളം ഉണ്ടായിരുന്നു, നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സി എ അല്ല. അത് ഞാൻ പിന്നെ ഇത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ ഇത് പറഞ്ഞുപോയി. ഒരു സ്ഥലത്ത് ഞാൻ സി എ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ എന്നെ വലിയ സംഭവമായിട്ട് കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് എവിടെയോ പോയാൽ എന്നെ അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ ശരിക്കും ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ഇതായതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് പോയാലും ഞാൻ പറഞ്ഞു സി എ എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ACCA ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്. അപ്പൊ ACCA എല്ലാം പറഞ്ഞ അത്ര വലിയ ഇതില്ല. ഞാൻ ഒരു സ്ഥലത്ത് സി എ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭയങ്കര ഒരു സംഭവം, എന്റെ ഭയങ്കര ഒരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്ന ആളുടെല്ലാം ഞാൻ സി എ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ സി എ തട്ടിപ്പ് കഥ ഇതാക്കുന്നത്. അപ്പൊ അതാണ് ഇത് പൊളിഞ്ഞ് ഇനിയിപ്പൊന്നും ഇതില് ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്ത് ആൻവിൻ എടാ, അതിന് മാത്രം ഫയറിയുന്നതിന് കാര്യമുണ്ട്. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇവൻ ഗൾഫിൽ 2-3 കൊല്ലുണ്ടായിരുന്നു. എപ്പോ വിളിക്കുമ്പോ ഇവൻ പറയും ഞാൻ തിരക്കാം, ഇവൻ അക്കൗണ്ട്, ഇവൻ ഫോട്ടോ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ അയച്ചത്. നമ്മളോടല്ലേ ഇങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് സി എ പ്രോപ്പർ സി എ അല്ല, എന്തോ ഡിപ്ലോമ സി എക്ക് പോയിട്ട് മറ്റേ എന്ത് ACC എന്തോ പരിപാടിക്ക് പോയിട്ട് ഡിപ്ലോമ പരിപാടിയാണ്. അല്ല ഇവൻ ഇതും കാണിച്ചു. അല്ല ഞാൻ 6 മാസത്തിലെ ടാലി കോഴ്സിനാ പോയത്. അത് ഞാൻ പാസ്സായിട്ടില്ല, അങ്ങനെ ഇറങ്ങി. അപ്പൊ സാലറി കാണിച്ചതോ? സാലറി ഉണ്ട്, അതെന്റെ ആറ്റാന്റെ കമ്പനിയിലാ. ആറ്റേന്ന് അടുത്ത മെയിൻ ആള്, അതുകൊണ്ട് എനിക്ക് സാലറി കിട്ടും. സാലറി അല്ല, ആറ്റേന്ന് അടുത്ത മാനേജർ, അതുകൊണ്ട് എന്നെ അങ്ങനെയുള്ള ആളെ കയറ്റി ഞങ്ങൾക്ക് പണിയാക്കി തന്നതാ. എനിക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയൊന്നുമില്ല, ആർക്കും അറിയില്ല. ഞാൻ അടുത്ത ആൻവിനാ, എന്താ ആൻവിന്? അല്ല ഞാൻ അവിടെ പണിയെടുത്തിരുന്ന സ്ഥലമില്ലേ, അടുത്ത ഓണറിനൊന്നും അറിയില്ല. അല്ല അയാളെ കാണോ? അല്ല എന്നെ കാണുന്നില്ല, വിട്ടോ. എടാ ഞാൻ പറയട്ടെ, അല്ല 2 lakh സാലറി ഞാൻ പറയട്ടെ. 2 lakh സാലറിന്റെ ഞാൻ പറയാം. 2 lakh സാലറി എന്ന് പറഞ്ഞാൽ അങ്ക് ഉണ്ടായിരുന്നു, സാലറി അങ്ക് ഉണ്ടായിരുന്നു. 2 lakhs അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാലറി ഉണ്ടായിരുന്നു. 1.25 എനിക്ക് സാലറി ഉണ്ട്. പക്ഷെ കിട്ടിയ എന്താന്ന് വെച്ചാൽ ഞാൻ CA ആയിക്കൊണ്ടല്ല എനിക്ക് കിട്ടിയത് 2 lakh സാലറി. ഡെസിഗ്നേഷൻ അക്കൗണ്ടന്റ് ആയിരുന്നു. ഞാൻ അക്കൗണ്ടന്റ് ആണ്, പക്ഷെ ഞാൻ CA അല്ലായിരുന്നു. പക്ഷെ ആൾക്കാർ ചോദിക്കുന്ന ആളുടെ അത് പറയും. അപ്പൊ ഭയങ്കര എന്തോ ഇവർ എന്നെ വലിയ സംഭവമായിട്ട് കാണും. CA വലിയ സംഭവം, വലിയ ഇത് എന്തോ വലിയ സംഭവം തോന്നും. അങ്ങനെ വിചാരിച്ചിട്ട് എന്നെ ഇതാക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാലോ, ഞാൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം എനിക്ക് കുറെ ബഹുമാനം തരുന്നു, നമുക്ക് എന്താ ചായ മേടിച്ചാലും എന്നെ എന്തോ ഒരു വലിയ സംഭവം പോലെ കാണും. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 23 രണ്ടരം കൂടി കൂട്ടി. എടാ അല്ല ഇത് ശരിക്കും സീനാവോ ഇത്? അല്ല അത് നോട്ടീസ് കുറച്ചില്ല, അവര് ആക്ഷൻ എടുക്കുന്ന പോലെ ഇരിക്കും. ഇതുവരെ ആക്ഷൻ ഒന്നും എടുത്തില്ല. അതിൽ പറയുന്നത് അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ആക്ഷൻ എടുക്കൂലല്ലോ. അങ്ങനെ എനിക്കറിയില്ല. അത് വക്കീൽ വെച്ച് കേസ് ഉണ്ടോ? October 14 നോട്ടീസ് വന്നത്. അവര് പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ റിപ്ലൈ ചെയ്യണമെന്നാ അവര് പറഞ്ഞത്. ഇതിപ്പോ 15 ദിവസം കഴിഞ്ഞു, 60-70 ദിവസമായി. 2 മാസം കഴിഞ്ഞു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയി. 1.5 മാസം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ അവര് ആക്ഷൻ എടുത്തിട്ട് കാണുന്നില്ല. ചിലപ്പോ ആക്ഷൻ എടുക്കും, അല്ല എടുക്കൂല. അതിന്റെ ഭാഗ്യം പോലെ ആക്ഷൻ എടുത്താൽ കേസ് നടത്താം. എടാ ഇത് അങ്ങനെ പറ്റിപ്പോയതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല, ഇത് പറയുമ്പോ എല്ലാവരുടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്ത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്തോ വലിയ സംഭവം. പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പണ്ട് നമ്മളിപ്പോ 2ലോ 3ലോ പഠിക്കുന്നത്, അപ്പൊ നമ്മളിത് കൂട്ടി പറയും, ഞാൻ 5ലാന്ന് പറയും. അതായത് നമ്മളോട് ചോദിക്കുന്ന ആളടുത്ത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആ ഒരു സംഭവത്തിൽ നമ്മളിത് എന്ത് കൂട്ടി പറയും. അങ്ങനെ ഞാൻ കൂട്ടി പറഞ്ഞതാ ഇത്. പക്ഷെ ഇങ്ങനെ വലിയ ഇഷ്യൂ ആവുന്ന നമുക്ക് അറിയില്ലായിരുന്നു. +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ്. സത്യം പറഞ്ഞാല് +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയി 6 മാസത്തെ. അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പഠിത്തത്തിലുള്ള ഭയങ്കര ക്യാമനായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ എന്തായി, ആടുന്ന് ഞാൻ ഇറങ്ങി. പിന്നെ നേരെ എന്ത് ചെയ്തു, കുവൈത്തിലേക്ക് ഞാൻ പോയി. കുവൈത്തിൽ പോയി 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു.
അപ്പൊ എന്റെ ആറ്റായിരുന്നു എനിക്ക് അവിടെ കാർണൂർ, അങ്ങനെ പറയാം. മാമനായിരുന്നു എനിക്ക് അവിടെ ജോലി മേടിപ്പിച്ചു തന്നത്. അപ്പൊ മാമൻ ജോലി മേടിച്ചു തന്നു. അപ്പൊ മാമന്റെ സ്വന്തം ഇതിലായിക്കൊണ്ട് എനിക്ക് എന്താ എനിക്ക് നല്ല സാലറി കിട്ടിയിരുന്നു. 2 lakh അല്ല, 1.25 അടുപ്പിച്ച് 1.5 അടുപ്പിച്ച് എനിക്ക് സാലറി ഉണ്ടായിരുന്നു. സാലറി എനിക്ക് ഉണ്ടായിരുന്നു, ആ കാര്യം സത്യം. അപ്പൊ ഞാൻ നേരെ തിരിച്ചിവിടെ വന്നു. പക്ഷെ അവിടെ എനിക്ക് ഹാപ്പിനെസ് ഇല്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യും ഇങ്ങനെ പോവാന്നല്ലാണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു. ഇവിടെ വന്ന് പിന്നെ ഇതായാലും ഇവിടെ ഭയങ്കര സന്തോഷവും ഇതെല്ലാം കണ്ടായിരുന്നു. പിന്നെ ഇവന്റെ കൂടെ അങ്ങ് ഞാൻ അതിന്റെ കൂടെ അങ്ങ് കൂടാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കൂടി. അപ്പൊ ഇവർ വിളിക്കുമ്പോ എല്ലാം ഞാൻ ഈ സംഭവം തന്നെ ഞാൻ പറയല്. ഞാൻ തന്നെ അതല്ലോ +2 സർട്ടിഫിക്കറ്റ്. എടാ നിങ്ങൾ ഒരുമാതിരി ചെറ്റത്തരം പറയരുത്, +2 എല്ലാം ഉണ്ട്. ഞാൻ അത്രക്ക് ഇതല്ല, ഒരുമാതിരി ചെറ്റത്തരം ഇടാന്ന് പറയരുത്. നമുക്ക് +2 ഉണ്ട്. എന്താ ഇത്? ഞാൻ കള്ളനോ? +2 ഒന്നില്ലാണ്ട് +2 എല്ലാം ഉണ്ടെങ്കിൽ ഇതെന്താ +2 സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും? ഞാൻ എന്താ അങ്ങനെ അത്രക്കും വിദ്യാഭ്യാസം ഇല്ലാത്തൊരുത്തനാ? +2 ഉണ്ടാക്ക്. പിന്നെ +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഇല്ല അത് വിടുന്നടാ. അങ്ങ് ഡിഗ്രി ഉണ്ട്, +2 ഉണ്ട്. +2 എന്തായാലും ഉണ്ട്, ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഏത് നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നീ പോയ എന്റെ ഫോളോ സ്ട്രീമാ, നീ ഒന്ന് പോയ. കോളേജ് ഓഫ് കൊമേഴ്സ്. ഓക്കെ, അത് ഡിഗ്രി ഉണ്ടോ? +2 ഉണ്ടോ? ഓക്കെ, ഡിഗ്രി ഉണ്ടോ? ഡിഗ്രി ഇല്ല അല്ല, ഇല്ല. അപ്പൊ അതുള്ള പോലെയാണ്. എടാ ഞാനല്ല നോക്ക്, ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ അതുള്ള പോലെ ആൾക്കാരോട് പറയുന്നുണ്ടല്ലോ 10ാം ക്ലാസ് ഡിസ്റ്റന്റ് ആയിട്ട് എഴുതിയെടുത്തു. ആ ഡിഗ്രി ഇല്ല, +2 ഉണ്ട്. ഉമ്മ സത്യം +2 ഉണ്ട്, ഡിഗ്രി എനിക്കില്ല. ഓക്കെ സത്യം, ഉമ്മ സത്യം. +2 എനിക്ക് ഉണ്ട്, ഡിഗ്രി എനിക്കില്ല. അത് ഇതാണ്, ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സിന് വേണ്ടി പോയി. ഇതെന്താണത്? ഞാൻ എന്താ ഇത് പൊളിയാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാ? ഇതെന്തൊരു ഇതാണ് എന്റെ മൊത്ത കഥകൾ പൊളിഞ്ഞല്ല. ഇതെന്തേ +2 ഉണ്ടാ മാറി? അതിന് +2 കൂടി ഇല്ല, 10th. അതാണ് ഈ പരിപാടി എടുത്തിട്ട് പോവുക. ഒരുമാതിരി എന്റെ മറ്റേതാക്കാൻ വരരുത് മക്കളെ. ഉള്ള കാര്യം ഞാൻ പറയാലോ. ഇതെന്താ 10 പാസ്സായതാ? 10 പാസ്സാണ്ട് എന്താണ് ഇത്? ഞാൻ പിന്നെ എന്താ ബുദ്ധിയില്ലാത്ത ചക്കനാ? 5 മക്കളെ ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? 10 ഉണ്ട്, 10 ഉണ്ട്, +2 ഉണ്ട്. ഉമ്മാടെ എനിക്ക് +2 ഉണ്ട്. ഇതെന്താ ഞാൻ നിങ്ങളെ ഇങ്ങനെ തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടാക്ക്? എടാ എന്നെ കണ്ടാലില്ല, ഞാൻ ഒരു മാനിയല്ലടാ. എന്നെ കണ്ടാലറിയില്ലെങ്കിൽ ഞാൻ 10ഉം +2 എല്ലാം പാസ്സായ ഒരുത്തനാന്ന്. ഇതെന്താ നിങ്ങളെ എന്നെ ഇങ്ങനെ പറയുന്നത്? ഒരുമാതിരി മറ്റേതാക്കുന്നു. ബ്രോ ഹാഷിം ഡൊണേറ്റഡ് 200 ബ്രോ. ഇത് എന്താ ബ്രോ? ഇത് ICAI ആക്ട് സെക്ഷൻ 24 നോട്ട് ബ്രിങ് CA ആക്ടിങ് ആസ് എ CA. ഇതിനും 1 ലക്ഷം വരെ എത്ര? 10,000 വരെ 10,000 വരെ 1000. 1 2 3 4 5 6 അപ്പൊ 10,000 വരെ പെനാൾട്ടി ഉണ്ടാവും. ആസ് എ ഫസ്റ്റ് ടൈം വാർണിംഗ് റിപ്പീറ്റ് ആക്കാൻ ഇംപ്രസ്മെന്റ് ഉണ്ടാവും. ആസ് നോ പെനാൾട്ടി ഞാൻ ചാൻസ് ഉണ്ട്. അടിയില്ല അതിന് അത് ഇതാക്കും വക്കീല് ആ കാര്യം ഇത് സെറ്റ് ചെയ്യും. അല്ലല്ല 10th ഒന്നും ഞാൻ ഫെയിലില്ല. 10th ഞാൻ എന്റെ ടീച്ചറെ ഞാൻ കൊണ്ടിരുത്തും കേട്ടോ. ഇടാ എന്റെ സ്കൂൾ മാഷിനെ ഞാൻ കൊണ്ട് ഇരുത്തും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഒരുമാതിരി മറ്റേതാക്കരുത്. ഞാൻ 10th എല്ലാം പാസ്സാ. 10th ഞാൻ പാസ്സാന്ന്, +2 ഞാൻ പാസ്സാന്ന്. +2 ഉമ്മ സത്യം ഞങ്ങൾക്ക് +2 ഉണ്ട്. അതിലാണ്ട് ഇതാക്കല്ല. ഞങ്ങൾക്ക് ഉള്ളൊരു കാര്യത്തിൽ ഓക്കെ. ഞാൻ കുറച്ച് കളവുകൾ ഞാൻ പറഞ്ഞു. ഓക്കെ. ഷമീർ ലവ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. നടക്കുന്നില്ല. അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നഴ്സറി ഫെയിലാ. ആര്? നിന്റെ ഉപ്പേ നഴ്സറി ഫെയില്. അമ്പിക്കുട്ടന്റെ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാണ്. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഇല്ല. എന്നെ നിങ്ങൾ വയലന്റ് ആക്കിയിട്ടുള്ള നിങ്ങളെ ഉദ്ദേശം അറിയാം. അറിയാടാ നായിന്റെ മക്കളെ. നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഇതാക്കുന്നതെന്നും പ്രലോഭിപ്പിക്കുന്നതെന്നും നമുക്കറിയാം. ഏത് നായിന്റെ മാത്രം തെറിയല്ല, അത് തെറിയായിട്ട് നമ്മൾ കൂട്ടിയിട്ടല്ലോ. അത് താഴെ തെറിയല്ലോ. പിന്നെ എങ്ങനെ തെറിയാം? അത് തെറിയല്ല, അത് സ്നേഹത്തോട് വിളിക്കുന്നതാണ്. അത് പ്രശ്നമില്ല. ഓക്കെ. UKG എടാ എന്താടാ ഇങ്ങനെ? ഇത് വിഷമം വരുവാടാ. കാരണം ഞാൻ അത്രയും പഠിച്ചൊരുത്തനാ. എന്നെ ഇങ്ങനെ ഇതാക്കല് അത് വിഷമം വരും. ഞാൻ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. +2 എനിക്ക് ഫുൾ മാർക്കായിരുന്നു. 8 9 A+ എനിക്ക് ഉണ്ട്. എന്നെ അത്രയും ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റിനെ ഇങ്ങനെ പറയുമ്പോ നീ ഹേർട്ടാവൂടാ. പ്ലീസ് അത് മനസ്സിലാക്കടാ കേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിന് ഈ സംഭവം വിട്. ഇത് വിട് നിങ്ങൾ. ഇതെന്താണ്? ഷമീറെ ഉമ്മതാ. ഉമ്മല്ല എന്നോട് ചോദിക്കാം. പോടാ കള്ള. ഓക്കെ. 6 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ +2? എടാ +2 8 സബ്ജക്ട് ഉണ്ട്. ഞാൻ മറ്റേ ഇതാ കൊമേഴ്സിന് 8 സബ്ജക്ട് ഉണ്ട്. നിങ്ങൾ തമാശ കളിക്കല്ലേ ഏട്ടാ, തമാശ കളിക്കല്ല. ഓവർ തന്നെ ഇതാക്കല്ല. നിങ്ങൾ ഓവർ കളിക്കാൻ വേണ്ടി വരില്ല ഇങ്ങോട്ട് കേട്ടിനാ. നിങ്ങൾ കുറച്ച് ഇതായിക്കോ, ഞാൻ ക്ഷമിക്കും. ഓവർ തന്നെ മറ്റേതാക്കാൻ വേണ്ടി വരരുത് കേട്ടിനാ. ഞാൻ ഇടക്ക് നമുക്കൊരു ഇതളകും. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതിലേക്ക് എന്നെ എത്തിക്കരുത് പ്ലീസ്. എന്തിനാ എന്നെ അങ്ങനെ ചെയ്യുന്നത്? കാരണം എനിക്ക് ഉണ്ടടാ. എനിക്ക് +2 ഉണ്ടാ. +2 6 സബ്ജക്ട് അല്ല. നായിന്റെ മക്കളെ +2 6 സബ്ജക്ട് അല്ലടാ, 8 സബ്ജക്ട്. ഞാൻ പഠിച്ച 8 സബ്ജക്ട് ഉണ്ട്. ഇതെന്താ 6 നോട്ട് പറയുന്നത്? കോമേഴ്സ്. എടാ ഒരുമാതിരി പരിപാടിയായില്ലേ? എടാ ഞാൻ പഠിച്ച 8 സബ്ജക്ട് ഉണ്ടായിരുന്നടാ. ഞാൻ പഠിക്കുന്ന കാലത്ത് 8 സബ്ജക്ട് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നടാ. ഇപ്പൊ മാറിയത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അല്ലേ പഠിക്കാൻ തുടങ്ങി. ഇപ്പാന്ന് ഇത് 6 സബ്ജക്റ്റിലായത്. പണ്ട് ഇത് 8 സബ്ജക്ട് ആയിരുന്നു.
ഇനി നിങ്ങൾ ഇതാക്കല്ലേ, ഇനി നിങ്ങൾ എന്നെ ഇതാക്കല്ലേ കേട്ടാ, ഇനി എന്നെ ഇതാക്കാൻ വരില്ല കേട്ടാ. എന്നെ ഹുമ്പിക്കാൻ വേണ്ടി വരില്ലടാ നായിന്റെ മക്കളെ കേട്ടാ. ഈ സംസാരം വിട്. ലൈവ് അല്ലെങ്കിൽ എൻഡ് ചെയ്യാം, ലൈവ് അല്ലെങ്കിൽ എൻഡ് ചെയ്തിട്ട് പോവാം. ഇത് വേണ്ട. ഈ ടോപ്പിക്ക് മാറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലൈവ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. ഇല്ലെങ്കിൽ ആർക്കൊരു നിർബന്ധമില്ല. ഓക്കെ, എൻഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ സംഭവം ഈ വിഷയം വിടണം. ഈ വിഷയം സംസാരിക്കരുതിന്. ഒന്നാമത് ഈ വിഷയം വിട്. എന്റെ ഗ്ലാസ്സടാ, എന്റെ ഗ്ലാസ് വരെ. ഓക്കെ, ലൈവ് എന്താണേ.